ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ദോശ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദോശ ഉണ്ടാക്കി ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ദോശയൊക്കെ കൊണ്ട് നിരത്തി വെച്ചു. അങ്ങനെ എല്ലാവരും ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു കരിഞ്ഞ ദോശ കിട്ടിയത്. അപ്പോൾ സച്ചി ചോദിച്ചു, ഇതെന്താടാ, ഇതാരാടാ ഉണ്ടാക്കിയത്, ഈ ദോശ ആരുണ്ടാക്കിയ ദോശയാ എന്നിങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അതിന് ഞാനുണ്ടാക്കിയതാ. നീ ഉണ്ടാക്കിയതോ, ഇതെന്താടാ, ഇതിനകത്ത് ടാർ ഉരുക്കി ഒഴിച്ചേക്കുകയാണോ എന്ന് ചോദിച്ചു. അയ്യോ, അത് ടാർ ഉരുക്കി ഒഴിച്ചതൊന്നുമല്ല, അത് പ്രത്യേക തരം ഒരു ദോശയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ പ്രത്യേകതരം ഒരു ദോശ, ആ ദോശയെ കരിഞ്ഞ ദോശ, ഇവനതുണ്ടാക്കി ഏട്ടനതുണ്ടാക്കി കരിച്ചു കളഞ്ഞതാ, അതിന് പറയുന്ന പേരെ കരിദോശ എന്നാ. ഇത് കേട്ടതും എല്ലാവരും ഒരു ഒറ്റ ചിരിയാണ് കേട്ടോ. നമ്മുടെ സുധി സത്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ചമ്മി നാറി നിൽക്കുകയാണ്. അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ആരും ദോശ കഴിക്കില്ല, ആരും കഴിക്കില്ല. അതെന്താ അച്ഛമ്മ കഴിക്കില്ലെന്ന് പറഞ്ഞത്, ഇത് കഴിക്കാനല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരും തനിയെ തനിയെ കഴിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്, കഴിക്കാനൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തനിയെ കഴിക്കരുതെന്നോ, പിന്നെ എങ്ങനെയാ കഴിക്കേണ്ടത്? ഭാര്യമാര് ഭർത്താക്കന്മാരെ ഊട്ടുക, അതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഊട്ടുക, അങ്ങനെയാ ചെയ്യേണ്ടത്. ഓഹോ, കൊള്ളാലോ അച്ഛമ്മേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് അച്ഛമ്മ റൊമാൻറ്റിക് ആയിട്ട് മാറ്റുകയാണോ? അങ്ങനെ വേണേ കരുതിക്കോ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കാതെ എടുത്തു കൊടുക്കും മക്കളെ. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും എടുത്തു കൊടുത്ത് കഴിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പരസ്പരം വായിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ രേവതി സച്ചിക്ക് വായിലെടുത്ത് വെച്ച് കൊടുത്തു, സച്ചി രേവതിക്ക് വായിലെടുത്ത് വെച്ച് കൊടുത്തു. ശ്രുതിയും കൊടുക്കുന്നു, വർഷയും ശ്രീകാന്തും കൊടുക്കുന്നു. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ രവീന്ദ്രന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അവര് ചെറുപ്പക്കാരികള്, നമ്മൾ അങ്ങനെയല്ല, നമുക്കേ അങ്ങനെ ഷെയർ ചെയ്യൊന്നും വേണ്ട, നീ തന്നെ കഴിച്ചോ, ഞാനേ തന്നെ കഴിച്ചോളാന്ന് പറയാ. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ നാണം കെട്ട് വെളുത്ത് നിൽക്കുന്ന ഒരവസ്ഥ. ചന്ദ്ര അത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ, രവീന്ദ്രൻ അത് മേടിച്ച് കഴിക്കുന്ന ഓർത്തത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു, അച്ചമ്മ വളരെ റൊമാൻറ്റിക് ആണല്ലോ, എന്തു പറ്റി അച്ചമ്മ ലവ് മാരേജ് ആയിരുന്നോ? പിന്നെ പോടി അവിടെ നിന്ന്, ലവ് മാരേജ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ നോക്കി അച്ചമ്മയുടെ നാണം നോക്കിയേ, ഇത് 16 വയസ്സുള്ളവരെ പോലെ. അപ്പ അച്ചമ്മയുടെ ലവ് മാരേജ് തന്നെ ആയിരുന്നു, ആ നാണം കാണുമ്പോ അറിയാലോ. പിന്നെ എനിക്ക് ആരോടും ഒരു ലവ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നോട് ലവ് ഉണ്ടായിരുന്നു. അപ്പം അച്ചച്ചന് ലവ് ഉണ്ടായിരുന്നോ? ഹമ്പടി കള്ളി, കൊള്ളാലോ എന്നൊക്കെ പറയാം. അതിൽ ഈ സമയത്ത് വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുക്കുന്ന കാണിക്കാണ് കേട്ടോ. ആര്, നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്ന കാണിക്കാം. അപ്പൊ അതിനുശേഷം നമ്മുടെ അച്ചമ്മ പറയുക, ഞാനേ വയലില് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ അച്ചച്ചൻ ഇങ്ങനെ എന്നെ കാത്തു നിന്നിട്ട് എന്റെ പുറകെ വരും. ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം പെണ്ണ് ചോദിച്ചു. അപ്പൊ അച്ചമ്മ ഓക്കെ പറഞ്ഞല്ലേ? അപ്പൊ അച്ചമ്മയ്ക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സമ്മതം മൂളുവോ, എനിക്കും ഇഷ്ടമായിരുന്നു. ഓ അങ്ങനെ എന്നും പറഞ്ഞു കൊച്ചുമക്കളൊക്കെ നമ്മുടെ അച്ഛമ്മേനായിട്ട് അങ്ങ് കളിയാക്കാണ്. എന്നിട്ട് സച്ചു പറഞ്ഞു, ഈ കഥ എന്താ എന്നോട് പറയാതിരുന്നത്, ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ദേ അച്ചച്ചൻ റോമിയോയും അതുപോലെ അച്ചമ്മ ജൂലിയറ്റുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോടി അവിടുന്ന് എന്നിങ്ങനെ പറയാ വർഷയോടെ കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അച്ചച്ചൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അച്ചമ്മേനെ ഊട്ടത്തില്ലായിരുന്നോ? പിന്നില്ലാതെ അദ്ദേഹം എന്നെ ഊട്ടുമായിരുന്നു, അദ്ദേഹം എന്നും ഭക്ഷണം ഉണ്ടാക്കി എന്നെ ഊട്ടുമായിരുന്നു. വിഷമിക്കാതെ അച്ചമ്മേ, ദേ ഇപ്പൊ ഞാൻ അച്ചമ്മേനെ ഊട്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, അച്ചമ്മയ്ക്ക് ഒരു വായി ഇങ്ങനെ വാരി കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയും പറഞ്ഞു, ഞാനും തരാന്ന് പറഞ്ഞു സുധിയും കൊടുത്തു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ ഞാൻ എന്താ തരാതിരിക്കുന്നത്, പിന്നെ ഞാൻ മാത്രം തരാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് അച്ചമ്മേ എന്റെ വക പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു സമയത്താണെങ്കിൽ ഒരു പരിചയമില്ലാത്ത രീതിയിൽ നമ്മുടെ രവീന്ദ്രന് ചന്ദ്രയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴത്തേക്കാണ് വർഷ പറഞ്ഞു, ദേച്ചമ്മേ അങ്കിളും ആന്റി പരസ്പരം ഊട്ടുന്നില്ലല്ലോ, ഇതെന്താ ഇവര് പരസ്പരം ഊട്ടാത്തത്? ആദ്യം അങ്കിളിനോട് ആന്റി ഊട്ടാൻ പറ, അത് കഴിഞ്ഞിട്ട് ആന്റി അങ്കിളിനെ ഊട്ടാൻ പറ, ഇതിപ്പോ ഞങ്ങൾക്ക് മാത്രമാണോ, എല്ലാവർക്കും ഇത് ബാധകമല്ലേ? അപ്പൊ നമ്മുടെ സോറി രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് മതി, എനിക്ക് നീ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എണീറ്റ് പോവുകയാണ് കേട്ടോ.
ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഇപ്പോഴും ചന്ദ്രയോട് ആ പഴയ വിരോധം ഉണ്ട് കേട്ടോ, അങ്ങ് സെറ്റായി വന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവരെ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് സത്യമായിട്ട് നടന്നില്ലെന്നുള്ളതാ സത്യം. ഏതായാലും ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, ദേ അച്ചമ്മ നിർബന്ധിക്കുമായിരുന്നെങ്കിലേ അച്ഛൻ അമ്മനെ ഊട്ടിയേനെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, തണുത്ത് തണുത്ത് വരുന്നതല്ലേ ഉള്ളൂ, ശരിയായിക്കോളും, അത് പതിയെ ശരിയായിക്കോളും. അതെ സച്ചി, നീ ഒരു കാര്യം ചെയ്യണം. ദേ ഇവരെ രണ്ടുപേരെയും കൂട്ടിയുണ്ടല്ലോ, ഒന്ന് അമ്പലത്തിൽ പോകണം. നമ്മുടെ രവീന്ദ്രനെയും നിന്റെ അമ്മേനെയും കൂട്ടി അമ്പലത്തിൽ പോകേണ്ടതേ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. ഏതായാലും സന്തോഷ നിമിഷമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഇങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് രേവതിയെ എന്ന് പറഞ്ഞൊരു വിളി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി, എന്താ സച്ചേട്ടാ? അതെ, അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറി, പിന്നെ അവര് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഇനി കാറ് മേടിക്കാലോ അല്ലേ? ആ മേടിക്കാം, അതിനിപ്പോ എന്താ? അല്ല, നേരത്തെ നോക്കി വെച്ച കാറ് തന്നെയല്ലേ മേടിക്കുന്നത്? ആ അതല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട കാറ്? അല്ല സച്ചേട്ടനും അത് തന്നെയല്ലേ ഇഷ്ടമായത്? അതാണ് നമ്മുടെ മനപ്പൊരുത്തം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാറാണല്ലോ ഇഷ്ടം. അതല്ല, ആ കാറിന്റെ വില എത്രയാകും? വില ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ സെറ്റാക്കിയായിരുന്നോ? അതൊക്കെ സെറ്റാക്കി വെച്ചേക്കുക രേവതി, വിലയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. പിന്നെ പറഞ്ഞല്ലോ, ബാക്കി നമുക്ക് CC ഒക്കെ ഇടാമല്ലോ. ഏതായാലും എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മഹേഷ് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ മഹേഷ് വിളിക്കുന്നു. മഹേഷ് വിളിച്ച ഉടനെ തന്നെ ഫോൺ എടുക്കുക. നമ്മുടെ സച്ചി ഫോൺ എടുത്തിട്ട്, എന്താടാ? അതെ, ദേ വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും വണ്ടി എടുക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ വണ്ടി കൊണ്ടുപോകാം, എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. ആണോ? ഷോ, എന്നാ പിന്നെ ഞാൻ അങ്ങ് വരികയാടാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ആരാ വിളിച്ചത്? വേറെ ആരുമല്ല, മഹേഷാ വിളിച്ചത്. വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചേക്കാണെന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് വണ്ടിക്ക് വേണ്ടി വിളിച്ചത് കണ്ടോ? ഏതായാലും അതെ, എറണമുള്ള വണ്ടിയാ, ഭാഗ്യമുള്ള വണ്ടിയാ. ഇനി നമുക്ക് വെച്ചടി 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 കയറ്റമായിരിക്കും. രേവതി നീ നോക്കിക്കോ. വെച്ചടി വെച്ചടി കെച്ച് കയറിയാ മതി. സച്ചേട്ടാ, നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഇല്ലേ? അതൊക്കെ നമുക്ക് നടത്തണം സച്ചേട്ടാ. അതിന് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ ഒന്നും പോരാ. ഇനി പതുക്കെ 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 നമ്മൾ കുറേ വണ്ടി മേടിക്കണം. നോക്കിക്കോ, എൻ്റെ ആഗ്രഹമാണ് അത്. സച്ചേട്ടൻ ഒരു ഓഫീസിൽ ഒരു എന്താ പറയുക, അവിടെ ഒരു ഓണറായിട്ടിരിക്കുക, നമ്മുടെ ഒരു സ്ഥാപനം, അതൊക്കെ എൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കും രേവതി. അല്ല, നീ എന്നെ ഒരു ഓഫീസിൽ ഓണറാക്കി ഇരുത്തിയിട്ട് അവിടെ എന്താ നീ എന്നെ അവിടെ മാത്രം ഒതുക്കി കൂട്ടാനാണോ? ദേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ജോലി. അതൊക്കെ സച്ചേട്ടന് ചെയ്യാലോ. അല്ല, ഇനിയിപ്പം സച്ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ സച്ചേട്ടൻ്റെ ട്രാവലറിലെ ഓണറായിട്ട് ഞാൻ ഇരുന്നോളാം. ഓഹോ, അത് കൊള്ളാലോ രേവതി. അതേതായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ പോയിട്ടേ വണ്ടി എടുത്തോണ്ട് വരാം. നീ എപ്പോഴത്തേക്കും ഞാൻ വിളിക്കുമ്പോഴത്തേക്കും എല്ലാവരെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ വണ്ടി എടുക്കാനായിട്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധി ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ, കടയിൽ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ഒരു ബിസിനസ്സുകാരനാകാനാണ് ഞാനിവിടെ വന്നതും ഈ കടയൊക്കെ തുടങ്ങിയതും. എൻ്റെ പൊന്നെ ഈശ്വരാ, എന്നെ അനുഗ്രഹിക്കണമേ, ആയുസ്സും ആരോഗ്യമൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് മിസ്റ്റർ സുധി എന്ന് പറഞ്ഞൊരു വിളി. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഓർത്തു, ദൈവമോ, ദൈവം എന്നെ വിളിക്കുന്നോ? ദൈവമേ, ദൈവം എന്നെ വിളിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും പുറകിൽ ഒരാൾ വന്നിട്ട്, അതെ സുധി, ദേ ഞാനാ വിളിച്ചതെന്ന്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും വേറൊരാൾ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചിരിച്ചോണ്ട്, അയ്യോ സോറി, അല്ല സാറിന് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാനിത് സാറിന് തരാൻ വന്നതാ. ഇതെന്താ? ഇത് നിങ്ങൾ തുറന്നു നോക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് കൊടുക്കുകയാണ്. ലെറ്റർ ആണല്ലേ എന്ന് നമ്മുടെ സുധി ചോദിച്ചു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ കിടക്കുന്നു. അതിനകത്ത് 2 സെന്റൻസ് കണ്ട് ഞെട്ടിപ്പോയി. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ കപ്പാടെ ഞെട്ടി വിളറി വെളുത്തുപോയി നമ്മുടെ സുധി. അതാരാണിപ്പം? എൻ്റെ കൂടെയുള്ള ഒരാള് എന്നെ ചതിക്കുന്നോ? അത് കാരണം ഞാൻ പ്രശ്നത്തിലാവുന്നോ? എന്താ അയാൾ പറഞ്ഞിട്ട് പോയത്? ഏതായാലും ഈ സമയത്ത് പറഞ്ഞിട്ട് പോയതല്ല, തന്നിട്ട് പോയത്. ഈ സമയത്ത് അയാളെ നോക്കിയപ്പോൾ അയാളോട്ട് കാണുന്നുമില്ല കേട്ടോ. അയാളങ്ങ് പോയി. എന്നിട്ട് സുധിയാണെങ്കിൽ, അയ്യോ ഇതെന്തിയെ അയാളെ കാണുന്നില്ലല്ലോ, പിന്നെ ഇതിലെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ആ കൂടെയുള്ള ആൾ ആരായിരിക്കും? എൻ്റെ സമാധാനം നശിപ്പിക്കാനായിട്ട്, എന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആ വ്യക്തി ആരായിരിക്കും? അത് സമാധാനക്കേടാ, അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള സമാധാനവും കൂടെ പോയല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേപ്പറും വെച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ, ഒരു സാധനം ഇല്ലാതെ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും മീരയും കയറി വരുന്നത്.
ശ്രുതിയെ കണ്ടത് ഇവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നിട്ടോ. അങ്ങനെ കയറി വന്ന ഉടനെ തന്നെ ശ്രുതി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരു ഒറ്റ ഞെട്ട് ശ്രുതി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത് ശ്രുതി, ഇതെന്ത് പറ്റി, എന്താ പറ്റിയത്? എങ്ങനെ ഭയക്കാതിരിക്കും, ദേ ഇത് നീ നോക്കിക്കെന്ന് പറഞ്ഞ് ആ പേപ്പർ കൊടുക്കണം. ആ പേപ്പർ കൊടുത്ത് നമ്മുടെ ശ്രുതി വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതിലെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ മീര ഇങ്ങ് പറഞ്ഞ് കാണിച്ചെന്ന് പറഞ്ഞ് മീരയും അത് വായിച്ചു. മീരയും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീരയ്ക്കും പേടിയായിട്ടോ. മീരയ്ക്കും പേടിയാകാനൊന്നുമില്ല, കാരണം അത് വേറെ ആരെക്കുറിച്ചും അല്ല, നമ്മുടെ ശ്രുതിയെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, കൂടെയുള്ള ആളെ സൂക്ഷിക്കണമെന്ന്. അപ്പൊ നമ്മുടെ ശ്രുതി ചോദിച്ചു, ഇതാരാ ശ്രുതിക്ക് തന്നത്? അതാരാന്ന് എനിക്കറിയില്ല, ഒരാൾ വന്ന് പെട്ടെന്ന് ലെറ്റർ തന്നിട്ട് പോവുകയും ചെയ്തു, അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, മുമ്പൊന്നും കണ്ടിട്ട് പരിചയമില്ല. ഷോ, ഇങ്ങനെ എഴുതിയത് എന്തിനായിരിക്കും? അതൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂടെ ഉള്ളവർ കാരണം ആപത്ത് വരുന്ന ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്താ ശ്രുതി ഞാൻ ചെയ്യേണ്ടത്? ഈ കടയിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ, അതോ ഇനിയിപ്പം വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ? എനിക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അതുമല്ല, വേറെ ആരെങ്കിലും കാരണം എനിക്ക് ആപത്ത് വരുമോ? ആകെപ്പാടെ പേടിയാകുക എൻ്റെ പൊന്നു ശ്രുതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, മീരനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയല്ല ശ്രുതി. അപ്പോഴത്തേക്ക് മീര ചോദിച്ചു, ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ സംശയമുണ്ടോ? നിന്നെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെ വേണമെങ്കിലും നമുക്ക് അവിശ്വസിക്കാമല്ലോ, വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് എല്ലാവരും സംശയമുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇല്ലില്ല, ഇത് ഉറപ്പായിട്ടും വേറെ എന്തുവാ, എൻ്റെ പൊന്നു ശ്രുതി സമാധാനപ്പെട്. അല്ല, എൻ്റെ ശ്രുതി അല്ല, എനിക്ക് ഉറപ്പാ, ആരോ ഇതെനിക്ക് അയച്ചു തന്നതേ ഒരു ചെറിയ ക്ലൂ ആയിട്ടാ. എൻ്റെ ജീവിതം എന്തോ വലിയ ആപത്തിലേക്ക് പോവുക, അതുകൊണ്ട് ആരോ ഇങ്ങനെയൊക്കെ അയച്ചു തന്നതെന്നും പറയും. ആകെപ്പാടെ മൂകതയടിച്ച് നമ്മുടെ ശ്രുതി ഇരിക്കുക. അപ്പോഴത്തേക്കും അവിടെ രണ്ട് സ്റ്റാഫുകൾ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചെന്നിട്ട്, എന്താ നിങ്ങൾ തമ്മിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ സീരിയസ് ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? എന്താ നിങ്ങളുടെ പ്ലാന്? എന്നെ അപകടപ്പെടുത്താനാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ആ സ്റ്റാഫുകളോട് ചോദിക്കും. അപ്പോഴത്തേക്കും ആ സ്റ്റാഫ് ചോദിച്ചു, സാറിന് എന്താ ഈ പറയുന്നത്? സാറിന് എന്താ പറ്റിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പെട്ടെന്ന് വന്നിട്ട് കേസ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു ശ്രുതി, ഇങ്ങോട്ട് വന്നേ. ശ്രുതി എന്തിനാ അവിടെ പോയിന്ന് സംസാരിക്കുന്നത്? ദേ, എനിക്ക് സംശയമുണ്ട്, അവരെനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? എൻ്റെ പൊന്നു ശ്രുതി, എന്താ ഈ കാണിക്കുന്നത്? ശ്രുതിക്ക് എന്താ പറ്റിയത്? എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ പൊന്നു ശ്രുതി, എനിക്ക് ആകെ പേടിയാകുക. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നുക. ഒന്നും സംഭവിക്കില്ല എൻ്റെ പൊന്നു ശ്രുതി ടെൻഷൻ ആകാതിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്തേ. ദേ ഇവിടെ വന്നിരുന്നേ. ചുമ്മാ എന്തിനാ വെറുതെ സ്റ്റാഫുകളുടെ മെക്കിട്ട് കയറുന്നത്? അവരൊക്കെ നമ്മുടെ നല്ല സ്റ്റാഫുകളാണ് കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര നല്ല സ്റ്റാഫുകളെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ശ്രുതി ഒരു കാര്യം ചെയ്യുക, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് മീരയുടെ അടുത്ത് നമ്മുടെ ശ്രുതി ചെന്നു. അപ്പൊ മീര ചോദിച്ചു, ആരായിരിക്കും ഈ ലെറ്റർ കൊടുത്തത് ആരാന്ന് അറിയില്ല. അല്ല, എനിക്കൊരു സംശയമുണ്ട്, നവീൻ ദാസ് ആണോ ഇനി ലെറ്റർ കൊടുത്തു വിട്ടത്? ഏയ്, അയാൾ എന്തിനിങ്ങനെ ലെറ്റർ കൊടുക്കണം? അല്ല, ഇനിയിപ്പോ നീലിമയായിരിക്കുമോ? ഏയ്, നീലിമയാകാനുള്ള ചാൻസ് ഒന്നുമില്ല. നീലിമയ്ക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ ആരായിരിക്കും ഇതിന് പിന്നില്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശ്രുതി. അത് ശരിയാ, എനിക്കും അറിയില്ല. ശ്രുതിയാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ തന്നെയാ ശ്രുതിയുടെ പുറകിൽ നടക്കുന്ന ആ ഒരു ആപത്തെന്ന് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം ക്ലോസ് ആയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഏതായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മീര പറഞ്ഞു. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കാറ് വന്ന് മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. പുതിയ കാറ് വന്ന് മുറ്റത്ത് നിൽക്കുകയാണ്, നമ്മുടെ സച്ചിയുടെ കാറ്. വാവ്, അടിപൊളി എൻട്രിയാണ് കേട്ടോ. ആ കാറൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി വരുന്ന വരവൊന്ന് കാണണം. വന്നിട്ട് ആ കാറൊക്കെ തുറന്ന് നമ്മുടെ സച്ചി ഒരു ഇറങ്ങുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഏതായാലും ആ സീന് കാണാനായിട്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പെട്ടെന്ന് വാ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വാ, ദേ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാറ് മേടിച്ചോന്ന് ചോദിച്ചപ്പോൾ പിന്നെ കാറ് മേടിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ എൻ്റെ രേവതി, എല്ലാവരെയും വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് എല്ലാവരോടും പറയാ, ബാ ദേ പുറത്തെ സച്ചേട്ട് മേടിച്ച പുതിയ കാറ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും കാറ് കാണട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങുക. അപ്പോഴത്തേക്കുവാണെങ്കിൽ ചന്ദ്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചന്ദ്ര പിന്നെ ഒരു കാറ് വല്ല ഫ്ലൈറ്റ് മേടിച്ച് വന്ന പോലെയാണല്ലോ നീ കിടന്ന് അലറി വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അതേടി എൻ്റെ മോൻ ഫ്ലൈറ്റ് മേടിക്കുന്നതിന് തുല്യമാടി. എടി, ആർക്കെങ്കിലും ഇവിടെ ഇത്രയും കാറുണ്ടോടി? ആർക്കെങ്കിലും ഇത്രയും കാറ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവര് വളർന്നുകൊണ്ടിരിക്കുക, അത് കാണാൻ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് പറ. അത് പിന്നെ താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഡാൻസ് സ്കൂളിൽ പോകണം. ഡാൻസ് സ്കൂളോ? എന്ത് ഡാൻസ് സ്കൂള്? ഏത് ഡാൻസ് സ്കൂള്? അത് എൻ്റെ ഡാൻസ് സ്കൂള്. എടി, അവിടെ ഒരു പിള്ളേർ പോലും പഠിക്കാനില്ല, ടീച്ചറും ഇല്ല, പിള്ളേരും ഇല്ല, പിന്നെ എന്താടി ഡാൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി എന്തിനാടി ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, അല്ല മോളെ സച്ചി വണ്ടി കൊണ്ടുവന്നെന്ന് വെച്ചപ്പോൾ കൊണ്ടുവന്നച്ചാ എന്നിങ്ങനെ പറയാ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വണ്ടി കാണാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി ചെല്ലാണ് കേട്ടോ.
ഇതിനിടയ്ക്ക് നമ്മുടെ വർഷയും ശ്രീകാന്തും വന്നായിരുന്നു കേട്ടോ. അങ്ങനെ വർഷ ചോദിച്ചു, അപ്പം സച്ചേട്ടൻ കാറ് മേടിച്ചോ രേവതി എടുത്തി? ആ, രേവതി മേടിച്ചു. അല്ല, രേവതി മേടിച്ചു എന്നല്ല, സോറി, സച്ചേട്ടൻ കാറ് മേടിച്ചു എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഞങ്ങളും വരിക കാണാനെന്ന് പറഞ്ഞിട്ട് ഇവരും ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കാറൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ കാറ് കണ്ട ഉടനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അയ്യേ ഇത് പഴയ കാറല്ലേ, പുതിയതല്ലല്ലോ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഇത് എനിക്കിപ്പോ പുതിയ കാറ് പോലെ തന്നെയാ പഴയ കാറാണെങ്കിലും. അപ്പൊ അച്ചമ്മ പറഞ്ഞു, ഇപ്പൊ 2 കാറായി നിങ്ങൾക്ക്. സന്തോഷമായി അച്ചമ്മയ്ക്ക്. ഓ, ഇനി വീണ്ടും കാറുകളൊക്കെ കൂടുതൽ കൂടുതൽ മേടിക്കണം. അത് പിന്നെ അച്ചമ്മേ, ഇത് നല്ല കാറല്ലേ അച്ചമ്മേ? അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ സച്ചേട്ടാ, ഇത് നല്ല കാറ് തന്നെയാ. ദേ ഇതുണ്ടല്ലോ സെക്കൻഡ് ഹാൻഡ് ആന്ന് പറയത്തില്ല. ഇത് എന്റെ സെലക്ഷൻ ഒന്നുമല്ല, രേവതിയുടെ സെലക്ഷനാ. എങ്ങനെയുണ്ട്? രേവതി എടുത്തല്ലേ സെലക്ട് ചെയ്തത്, പിന്നെ എങ്ങനെയാ സെറ്റപ്പ് ആകാതിരിക്കുക? അടിപൊളിയല്ലേ? അതെ, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനിയും നിങ്ങൾ കുറേ കാറ് മേടിക്കണം ഏട്ടാ, എന്നിട്ടൊരു ട്രാവലർ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ചുമക്കുകയാണ് കേട്ടോ എന്ന് കളിയാക്കി. അപ്പം ചന്ദ്രയോട് അച്ചമ്മ ചോദിച്ചു, എന്താടി നിനക്ക് ചുമ വരുന്നുണ്ടോ? എന്നാ പിന്നെ നിനക്ക് കുറച്ച് മരുന്ന് തരട്ടേടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഏയ് വേണ്ട, മരുന്ന് തരാൻ തുടങ്ങിയാൽ നിനക്ക് മരുന്ന് തരാനേ നേരം എനിക്ക് കാണത്തുള്ളെന്നറിയാം. അതൊക്കെ പോട്ടെ മോളെ, മോനെ, നിങ്ങളിപ്പോ 2 കാറ് മേടിച്ചു, പിന്നെ അത് 4, 6, 8, 10 എന്നൊക്കെ കൂടി കൂടി വരണം. നീ വിചാരിച്ചാലേ അതൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവന്റെ കൂടെ ഉള്ളത് നമ്മുടെ രേവതി മോളല്ലേ, പിന്നെ 10 അല്ല 20 അല്ല, ഒരുപാട് കാർ എന്റെ മോന് മേടിക്കാനായിട്ട് പറ്റും. നല്ല രാശിയുള്ള മോളെയല്ലേ എന്റെ മോന് കിട്ടിയത്. ഇവള് വന്നതോടുകൂടി ദേ എന്റെ സച്ചിമോന്റെ തലവര മാറിയില്ലേ. അവൻ ഇപ്പം ജീവിക്കുന്നതേ ഇവക്ക് വേണ്ടിയല്ലേ. അങ്ങനെ ജീവിക്കണം, അങ്ങനെ സ്നേഹിച്ച് ജീവിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, അതെ അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, ദേ കാറിന്റെ കീ ഇന്നാ ഇത് അച്ചമ്മ പിടിച്ച്, ഇതെന്തിനാണ് എനിക്ക് തരുന്നത്? ഞാനാണോ കാർ ഓടിക്കുന്നത്? അല്ല, അച്ചമ്മ പ്രാർത്ഥിക്ക് അനുഗ്രഹിച്ച് ഈ കീ ഉണ്ടല്ലോ രേവതിക്ക് കൊടുക്കണം. ഓ, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്നല്ലേ? കൊടുക്കാലോ, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അത് മേടിച്ചിട്ട് നമ്മുടെ രേവതിക്ക് കീ കൊടുക്കാണ് കേട്ടോ. ഏതായാലും ഈ കീ അച്ചമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മുടെ സച്ചിയുടെ കയ്യിൽ രേവതി കൊടുക്കാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, 2 പേരും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വാ. അത് പിന്നെ അച്ചമ്മയും കൂടെ വാ അച്ചമ്മേ, നമുക്ക് ഒരുമിച്ച് പോകാം. ഏയ് ഞാൻ വരുന്നില്ല, നിങ്ങൾ ഇവരെയും കൂട്ടി പോയിട്ട് വാ, രവീന്ദ്രനെയും അതുപോലെ ചന്ദ്രനെയും കൂടെ കൂട്ടിപ്പോ. അയ്യോ അതൊന്നും ശരിയാവില്ല അച്ചമ്മേ, ബാ അച്ചമ്മേ, അച്ചമ്മയും കൂടെ വേണം, കാറ് പൂച്ചിക്കണ്ടേ. എടാ വൃത്തികെട്ടവനെ, എന്തൊരു മണ്ടനാടാ നീ, നിനക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? എന്ത് കാര്യം? എന്റെ പൊന്നു സച്ചി, നീ ഒന്ന് മനസ്സിലാക്ക്. അപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു, എന്റെ പൊന്ന് രേവതി, ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി രഹസ്യമായിട്ട് പറഞ്ഞു, അച്ഛനെ അമ്മേനെ മാത്രം കൂട്ടിയാൽ മതി, വേറെ ആരെയും കൂട്ടണ്ട. അതെന്താ അച്ഛനും അമ്മേനെ തന്നെ കൂട്ടുന്നത്? ഓ എന്റെ പൊന്നു രേവതി, ഇവനൊരു മന്ദബുദ്ധി ആയിപ്പോയില്ല, ഇവന്റെ കാര്യം കഷ്ടമായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കണ്ണും കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ ക്ലിക്കിയത്. ഓ, അച്ഛനെ അമ്മേനെ മാത്രം കൂട്ടി പോകുന്ന അവരുടെ വഴക്ക് മാറ്റാനാണല്ലോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, ഓ അതെ, അച്ഛമ്മ വരണ്ട, അച്ഛനും അമ്മയും മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ നിനക്കെല്ലാം വൈകിയേ മനസ്സിലാവത്തുള്ളല്ലോ, പോട്ടൻ, ഇങ്ങനെ ഒരു പോട്ടനായി പോയല്ലോ എന്റെ ദൈവമേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ പറഞ്ഞത്, സച്ചേട്ടനാണെങ്കിൽ ലേറ്റ് ആയിട്ടേ ബൾബ് കത്തത്തുള്ളൂ, ട്യൂബ് പോലെയാ, ട്യൂബ് ബൾബല്ല. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ അച്ഛമ്മയും കൂടെ വാന്ന് പറഞ്ഞു, അമ്മയും കൂടെ വാന്ന് പറഞ്ഞു. പറഞ്ഞു, ഏയ് ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, നീ പോയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഫ്രണ്ടിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, വേണ്ട വേണ്ട, അവിടെ കയറിയിരിക്കരുത്, നീ പെന്നി കയറിയിരിക്കുക. അതുപോലെ ചന്ദ്രൻ നീയും പിന്നിലിരിക്കുക, രേവതി ഫ്രണ്ടിൽ ഇരുന്നോളും, രേവതി സച്ചി ഫ്രണ്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല അച്ഛമ്മയുടെ ഉദ്ദേശം. അച്ഛമ്മയുടെ ഉദ്ദേശം മറ്റവർ 2 പേരും ഒരുമിച്ച് ഇരുത്താന്നുള്ളതാണ്, ചന്ദ്രനെയും രവീന്ദ്രനെയും. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.